ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണ വസ്തു. നമ്മൾ നവവിധ ഭക്തി എടുത്ത് ഭക്തിയുടെ 9 സ്റ്റേജസ് എടുത്തു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് പഞ്ചാംഗ ഭക്തി അല്ലെങ്കിൽ ഭക്തിയുടെ 5 പ്രധാനപ്പെട്ട അംഗങ്ങളെ പറ്റിയാണ്. ഇതിനെപ്പറ്റി നമ്മൾ വേറെ ആരുമല്ല പറയുന്നത്, ശ്രീല രൂപ ഗോസ്വാമി ഭക്തിരസാമൃത സിന്ധുവിലെ 1, 2 90, 91 ആ ശ്ലോകം പറയുന്നത്. അപ്പൊ അത് സാധുസംഗ നാമകീർത്തന ഭാഗവത ശ്രവണ എന്ന് പറഞ്ഞിട്ടുള്ള ആ ശ്ലോകമാണ്. അപ്പൊ അതിലെ 5 അംഗങ്ങളിൽ ഒന്നാമത്തേത് സാധുസംഗയാണ്. ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ശുദ്ധഭക്തനുമായിട്ടുള്ള സത്സംഗമാണ്. അപ്പൊ അവരുടെ കൂടെ അവർക്ക് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സേവ ചെയ്യുകയുമാണ് ഭക്തിയുത സേവനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മുടെ ഹൃദയത്തിൽ വിത്ത് ഭക്തിയുടെ വിത്ത് നട്ടുപിടിപ്പിക്കുന്നത് ആ ഒരു സാധുസംഗത്തിൽ കൂടെയാണ്. അപ്പൊ ഭക്തരുടെ സ്വഭാവവും വിനയവും സേവാഭാവവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്പൊ ആ സമയത്ത് പകർത്താനായിട്ട് നോക്കും. ഇപ്പൊ നമ്മള് ഉദാഹരണത്തിന് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ക്ഷേത്രത്തിൽ ഭക്തരൊക്കെ ഓരോ സേവാ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുന്നു. പിന്നെ നമ്മൾ ഗുരുവിന്റെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കുന്നു. പിന്നെ ഭാഗവത ചർച്ചകൾ, ഭക്തിയെ പറ്റിയുള്ള ചർച്ചകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നു. അടുത്തത് രണ്ടാമത്തേത് നാമകീർത്തനമാണ്. ഭഗവാന്റെ പരിശുദ്ധ നാമം ജപിക്കുകയും കീർത്തിക്കുകയും ചെയ്യുക. അപ്പൊ കലിയുഗത്തിലെ യുഗധർമ്മം നമുക്കറിയാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അപ്പം ഈ നാമകീർത്തനത്തിൽ നമ്മൾ ഹരിനാമ സങ്കീർത്തനം നമ്മൾ ജപിക്കാതെ അത് പ്രചരിപ്പിക്കുകയും ചെയ്യണം. അപ്പം ഭഗവാനും ഭഗവാന്റെ നാമവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പൊ ശ്രദ്ധയോടുകൂടി നമ്മൾ നാമം ജപിച്ച് നമ്മുടെ ഹൃദയം ശുദ്ധമാകുന്നു. അതുപോലെ മൂന്നാമത്തേത് ഭാഗവത ശ്രവണമാണ്. അപ്പം ഈ ഭാഗവത ശ്രവണം എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ, ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പഠിക്കുകയും ആ, അധ്യയനം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഈ ഭാഗവത ശ്രവണത്തിൽ പെടും. ശ്രീമദ് ഭാഗവത ശുദ്ധ ഭക്തരിൽ നിന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കുക. അപ്പൊ ഗ്രന്ഥ ഭാഗവതം ഉണ്ട്, അത് ശ്രീമദ് ഭാഗവതം. ഭക്ത ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീമദ് ഭാഗവതം ജീവിതത്തിൽ ആചരിക്കുന്ന ശുദ്ധ ഭക്തരിൽ നിന്നും അത് ശ്രവിക്കുമ്പോൾ, ഗുരുപരമ്പരകളിൽ നിന്ന് വരുന്ന ആ ആധികാരികമായിട്ടുള്ള ശുദ്ധ ഭക്തരിൽ നിന്ന് അത് ശ്രവിക്കുമ്പോഴാണ് ഇതിന്റെ ഈ ഈ ഈ ഭക്തി നമ്മളെ കൂടുതൽ കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പൊ മൂന്നാമത്തേത് കണ്ടു, ഭാഗവത ശ്രവണം. നാലാമത്തേത് മധുരാവാസമാണ്. മധുര വൃന്ദാവനം എന്ന് പറഞ്ഞ ആ ശ്രീ കൃഷ്ണ ഭഗവാന്റെ ദിവ്യധാമങ്ങളിൽ താമസിക്കുകയോ അതിന് സാധിക്കാത്തവർ മനസ്സുകൊണ്ടോ സേവനത്തിലൂടെയോ ധാമവുമായിട്ട് ബന്ധപ്പെടുകയോ ഒക്കെ ചെയ്യാം. അപ്പൊ നമ്മള് ഭഗവാന്റെ ദിവ്യധാമങ്ങളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പോയി ആ ഒരു സേവ ഇത് ചെയ്യാവുന്നതാണ്. വൃന്ദാവനത്തിലോ ബദ്രീനാഥ്, ദ്വാരക, ആ, ജഗന്നാഥപുരി, മായാപുരി, ഇവിടെയൊക്കെ പോയി നമുക്ക് ഈ മധുരാവാസം അതിൽ പെടുന്നതാണ്. അപ്പൊ ഡാമിലേക്കുള്ള യാത്ര നടത്തുക. അപ്പൊ ഡാം സേവയിൽ നമ്മൾ പ്രധാനപ്പെട്ടായിട്ട് നമ്മൾ ഒരു ശുദ്ധഭക്തന്റെ കൂടെ തന്നെ പോകണം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ശ്രവണത്തിൽ കൂടി ഈ ഡാമിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഡാമത്തിന്റെ മഹിമ നല്ലതായിട്ട് കേൾക്കുകയും സ്മരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അടുത്തത് അഞ്ചാമത്തേത് അവസാനത്തേതായിട്ടുള്ള ശ്രീമൂർത്തി സേവ. അപ്പൊ ഭഗവാന്റെ അർച്ചവിഗ്രഹത്തെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി സേവിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ പിന്നീട് അവസാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതിൽ പെടുന്ന കാര്യങ്ങള് മംഗളാരതിയുണ്ട്, ദീപാരാധനയുണ്ട്, പുഷ്പ സമർപ്പണമുണ്ട്, നൈവേദ്യമുണ്ട്, ക്ഷേത്ര ശുചീകരണമുണ്ട്, അലങ്കാരമുണ്ട്. അപ്പൊ ഇതിലൊക്കെ നമ്മളെ കൊണ്ട് പറ്റിയ എന്താണ് അതിലൊക്കെ പങ്കെടുക്കുക. ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലുള്ള അഭിരുചികൾ ഉണ്ടാകും. അതിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സേവകളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. ശ്രീമൂർത്തി സേവയിലുള്ള, വിഗ്രഹാരാധനയിലുള്ള, അല്ലെങ്കിൽ ഡയറ്റി വർഷിപ്പിലുള്ള. അപ്പൊ അങ്ങനെ ഈ 5 അംഗങ്ങളുടെ പ്രത്യേക മഹിമ ശ്രീല രൂപഗോസ്വാമിയും പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം പോലും ആത്മാർത്ഥമായും അപരാധരഹിതമായും അനുഷ്ഠിച്ചാൽ കൃഷ്ണപ്രേമം ഉണരാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലെ 5 ഏതെങ്കിലും ഒന്ന് ആത്മാർത്ഥതയോട് ചെയ്താൽ മാത്രം മതി കൃഷ്ണപ്രേമം ഉണ്ടാകാനായിട്ട് എന്ന് പറയുന്നു. അപ്പം ആ, അപ്പൊ നമ്മള് ഈ 5 അംഗങ്ങൾ പരസ്പരം പരിപോഷിപ്പിക്കുന്നതാണ്. ഉദാഹരണത്തിന് സാധു സംഘം നാമകീർത്തനത്തിലേക്ക് നയിക്കുന്നു. നാമകീർത്തനം ഭാഗവത ശ്രവണത്തിലേക്കുള്ള രുചി വളർത്തുന്നു. ഭാഗവത ശ്രവണം ദാമത്തോടും ശ്രീമൂർത്തി സേവയോടും കൂടുതൽ ആഴത്തിലുള്ള ഭക്തി വളർത്തുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഈ 5 കാര്യങ്ങള് ഇതിൽ ഏതാണ് നമുക്ക് പറ്റുന്നത്, ഏതാണ് നമ്മളുടെ ജീവിതത്തിൽ എളുപ്പം പ്രാവർത്തികമാക്കാവുന്നത്, അത്
അത് മുന്നോട്ട് കൊണ്ടുവരിക. എന്നിട്ട് അത് ആ, നമുക്ക് പ്രാവർത്തികമാക്കാനായിട്ടുള്ള ശ്രമത്തില് നമ്മൾ മുന്നോട്ട് പോകുക അതുമായിട്ട്. അപ്പം ഭഗവാന്റെ കൃപാകടാക്ഷം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവ്വശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.